നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാലരാമപുരത്തെ 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്ന് ജ്യോതിഷി ദേവിദാസൻ. കോവിഡിന് മുൻപാണ് ഹരികുമാർ തന്റെ അടുത്ത് ജോലി ചെയ്തിരുന്നത്. ചില മാനസിക വൈകല്യങ്ങൾ പ്രകടിപ്പിച്ചതുകൊണ്ട് താൻ പറഞ്ഞുവിടുകയായിരുന്നു. ഹരികുമാറിന്റെ ശമ്പളം വാങ്ങാൻ വന്നിരുന്നത് അമ്മയും സഹോദരിയുമാണ്. അങ്ങനെയാണ് കുടുംബം പരിചയപ്പെട്ടതെന്നും പണം വാങ്ങിയിട്ടില്ലെന്നും ദേവിദാസൻ പറഞ്ഞു. കുട്ടിയുടെ അമ്മ ശ്രീധുവിനെതിരെ ദേവിദാസൻ മൊഴി നൽകിയിട്ടുണ്ട്. ശ്രീധുവിനെ അവസാനമായി കാണുന്നത് 6-7 മാസങ്ങൾക്ക് മുൻപാണ്. അന്ന് ശ്രീധുവിന്റെ ഒപ്പം മറ്റൊരു പുരുഷനുമുണ്ടായിരുന്നു. ഇയാൾ 2ാം ഭർത്താവാണെന്നാണ് ശ്രീധു പരിചയപ്പെടുത്തിയിരുന്നത്. ആദ്യ ഭർത്താവുമായി പിരിഞ്ഞോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു മറുപടിയെന്ന് ദേവിദാസൻ പോലീസിന് മൊഴി നൽകി. തന്റെ അനുഗ്രഹം ചോദിച്ചാണ് ശ്രീധു വന്നത്. കുടുംബവുമായി യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഇല്ലെന്നും തനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ദേവിദാസൻ പോലീസിനോട് പറഞ്ഞു. 36 ലക്ഷം രൂപ കുടുംബത്തിൽ നിന്ന് തട്ടിയെടുത്തുന്ന പരാതിയിലാണ് ജ്യോതിഷി ദേവിദാസിനെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുന്നത്. ഇയാളുടെ പക്കൽ നിന്ന് ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ദേവിദാസിന്റെ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കും. ഒരു ആശ്രമം നടത്തുന്ന ഇയാളെ ശ്രീധു ഗുരുവായി കണ്ടിരുന്നു. ഹരികുമാർ 1.5 വർഷത്തോളം ഈ ആശ്രമത്തിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വീട് വാങ്ങാനെന്ന പേരിൽ പല ഘട്ടങ്ങളിലായി ഇയാൾ 36 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് ശ്രീധു പോലീസിനോട് പറഞ്ഞത്. ഹരികുമാറിന്റെ ബുദ്ധിമാന്ദ്യം മാറിക്കിട്ടട്ടെ എന്ന് കരുതിയാണ് തന്റെ അടുത്ത് കൊണ്ടുവന്നതെന്നാണ് ദേവിദാസൻ പറയുന്നത്. അവസാനമായി ഹരികുമാറിനെയും ശ്രീധുവിനെയും 7 മാസം മുമ്പാണ് കണ്ടതെന്നും ദേവിദാസൻ പറയുന്നു. ഹരികുമാറിന്റെ സ്വഭാവത്തിൽ പിന്നീട് മാറ്റം വന്നുവെന്നും മാനസികമായി വൈകല്യമുണ്ട് എന്ന് തോന്നിയിരുന്നുവെന്നും ദേവിദാസൻ പറയുന്നു. ഹരികുമാർ എന്ത് പറഞ്ഞാലും ധിക്കാരത്തോടെ സംസാരിക്കും. ശ്രീധുവിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങിച്ചിട്ടില്ല എന്ന് ദേവിദാസൻ വ്യക്തമാക്കി. ഹരികുമാർ ജോലി ചെയ്തിരുന്ന പൈസ അമ്മയും സഹോദരിയുമാണ് വാങ്ങിയിരുന്നത്. പൈസ കൈകാര്യം ചെയ്യാനുള്ള മാനസിക ശേഷിയും ഹരികുമാറിന് ഇല്ലായിരുന്നു. നോട്ട് എണ്ണാൻ പോലും ഹരികുമാറിന് അറിയില്ലായിരുന്നു എന്നാണ് ജോത്സ്യൻ പറയുന്നത്. ശ്രീധുവിനെ കൊണ്ട് ആരോ ചെയ്യിപ്പിച്ചതായിരിക്കും. ഒരു മാസ്റ്റർ ബ്രെയിൻ ഇതിന് പിന്നിലുണ്ടാകും. അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നിട്ടില്ല. അത്തരം പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഹരികുമാറിന്റെ സ്വഭാവം മാറിയതോടെ പറഞ്ഞു പിടിക്കുകയായിരുന്നെന്നാണ് ദേവിദാസൻ വ്യക്തമാക്കിയത്. നിലവിൽ വനിതാ സംരക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ ഇന്നലെ SP-യുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരുന്നു. അതേസമയം റിമാൻഡിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ്. തിങ്കളാഴ്ചയാകും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രതിയെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യത്തിലാകും ചോദ്യം ചെയ്യുന്നത്. തനിക്ക് ഉൾവിളി കിട്ടിയത് കൊണ്ടാണ് കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്നു എന്നാണ് ഒടുവിൽ ഹരികുമാർ പറഞ്ഞിരിക്കുന്നത്. ഒരു മൊഴി നൽകി മിനിറ്റുകൾക്കകമാണ് പ്രതി അത് മാറ്റി പറയുന്നത്. മാത്രമല്ല, കുട്ടിയുടെ അമ്മയും ഹരികുമാറിന്റെ സഹോദരിയുമായ ശ്രീധുവിനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ സംശയം. ഒരാഴ്ച മുമ്പാണ് ഹരികുമാറിന്റെ അച്ഛൻ ഉദയകുമാർ മരിച്ചത്. ഇതിലും ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതോടെ ശ്രീധുവിന് തന്നോടുള്ള സ്നേഹം കുറഞ്ഞുവെന്ന് പ്രതിക്ക് തോന്നിയെന്നും കുഞ്ഞിന്റെ കരച്ചിൽ തനിക്ക് അരോചകമായി മാറിയെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പരസ്ത്രീ ബന്ധം സഹോദരി വിലക്കിയതും വിരോധത്തിന് കാരണമായെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.